ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ ഷോർട്സിലിട്ടായിരുന്നു. ഞങ്ങൾ ഓറഞ്ച് ഗാർഡനിലായിരുന്നു സിക്കിമിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇത് പെല്ലിംഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് ഇവിടെ ഒരു മൊണാസ്ട്രിയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി. ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കയറാൻ ആദ്യം കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു പേടി അങ്ങ് പോയി. അത് കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ടൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയതൊരു വർക്കിംഗ് ഡേയിലായിരുന്നു. നമ്മൾ പോയത് ഫെബിലാണ്. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്സ് ആയിട്ട് ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ ആ ഒരു വീക്കാട്ടോ ഞങ്ങൾ സിക്കിമിലോട്ട് പോയത് 5-6 ഡേയ്സ് ട്രിപ്പായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയിരുന്നു പെല്ലിംഗ്. അപ്പം നമ്മളവിടെ പോയി. ഇതൊരു മൊണാസ്ട്രിയുടെ അടുത്തൊരു ഗ്ലാസ് ബ്രിഡ്ജാട്ടോ. അപ്പോൾ മൊണാസ്ട്രി സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് മൊണാസ്ട്രിയിലോട്ട് കയറി. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയത് ഓൾമോസ്റ്റ് ഒരു വൈകുന്നേരം 3-3:30 ആ ഒരു ടൈമിലാട്ടോ, ഉച്ച നേരത്തെ അങ്ങനെ എത്തിയത്. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിരുന്നില്ല ആ സമയത്ത്. കാരണം നമുക്ക് അവിടെ നമ്മുടെ ഇവിടുത്തെ അത്ര വലിയ ഹോട്ടൽ ഫെസിലിറ്റീസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ടയേർഡായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു തണുപ്പിലൊന്നും അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ അത്രയും കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു അവിടെ കയറാൻ. അപ്പോൾ അത്രയും സ്റ്റെപ്സ് എല്ലാം കയറി നമ്മൾ അതിനകത്ത് കയറി. പിന്നെ അതിനകത്ത് ഇഷ്ടംപോലെ കുറേ നല്ല നല്ല പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊണാസ്ട്രിയുടെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ കയറി. പിന്നെ ആ മൊണാസ്ട്രിയുടെ ചുറ്റും ഇതുപോലത്തെ കുറേ മണികളുണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റും ഇഷ്ടം പോലെ മണികളുണ്ട്. എനിക്ക് തോന്നുന്നു 100+ മണികളുണ്ടാവുമായിരിക്കും. അതിലും കൂടുതൽ എന്തായാലും ഉണ്ടാവും. കാരണം അത്രയും വലിയ മൊണാസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ അതിനകത്ത് ഇങ്ങനെ കറക്കി ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മൊണാസ്ട്രിയുടെ തന്നെ 4 സൈഡിലും ഇതുപോലത്തെ വലിയ മണികളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മണിയിലും ഇതുപോലെ 3 തവണ ഇങ്ങനെ കറക്കി എന്തെങ്കിലും പ്രാർത്ഥിച്ച് അതിനകത്ത് നടക്കുന്നൊക്കെയാണ് പറയുന്നത് അവർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2-3 മണികളിൽ ഇതുപോലെ 3 തവണ ഇങ്ങനെ ആ ഒരു ശബ്ദം വരാൻ വേണ്ടി ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കുറേ നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പോയി. അപ്പോൾ എത്രയുള്ളൂ. ടാറ്റാ.